എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അടിസ്ഥാന വില 55.66 രൂപ വിലയുള്ള പെട്രോളിന് കേരളത്തിൽ നമുക്ക് നൽകേണ്ട വിലയെന്ന് പറയുന്നത് 107.48 രൂപയാണ് നിലവിലെ വില. ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ പെട്രോൾ വില കൂടുതലാണെന്നത് പരക്കെ അറിയാവുന്ന വസ്തുതയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ വില വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് പലർക്കും അറിയില്ല. ക്രൂഡ് ഓയിൽ വില, കേന്ദ്ര സംസ്ഥാന നികുതികളും അതോടൊപ്പം തന്നെ ഡീലർ കമ്മീഷൻ തുടങ്ങിയ ഘടകങ്ങൾ ചേർന്നതാണ് പെട്രോൾ വില നിർണ്ണയിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയേറി വരികയാണ്. ഇന്ത്യയിലെ പെട്രോൾ വില ഏറ്റവും അധികമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇന്ന് നിലവിലെ പെട്രോളിന്റെ വിലയെന്ന് പറയുന്നത് 1 ലിറ്ററിന് 107.48 രൂപയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഏകദേശം ഈ വില നമ്മൾ നൽകേണ്ടി വരുന്നതാണ്. എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ലിറ്ററിന് 100 രൂപ 90 പൈസയാണ് നിലവിലെ വില. ഏതാണ്ട് 7 രൂപയുടെ മാറ്റമാണ് തമിഴ്നാടും കേരളവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയോ നികുതിയാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഈ മാറ്റങ്ങളൊക്കെ വരാൻ കാരണമെന്ന് നമുക്കറിയാവുന്നതാണ്. എന്നാൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് പെട്രോൾ വിലയിൽ മാറ്റം വരുന്നതെന്ന് സാധാരണക്കാരും അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. പെട്രോളിനും ഡീസലും GST പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും ചുമത്തുന്ന പലതരം നികുതികളാണ് നമുക്കിവിടെ അമിത വിലയായിട്ട് അനുഭവപ്പെടുന്നത്. അതായത് ഓരോ സംസ്ഥാനത്തും പെട്രോളിനും ഡീസലിനും പലതരം നികുതികളാണ് ബാധകമായിട്ടുള്ളത്. ഇനി പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ ചുമത്തുമ്പോൾ സംസ്ഥാനങ്ങളിൽ മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് ചുമത്തുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില, ഡീലർ കമ്മീഷൻ അടക്കമുള്ള ചാർജുകൾ കൂടി ചേർത്താണ് ഈ വില അന്തിമമാകുന്നത്. ഇവിടെയാണ് പെട്രോളിയത്തിന്റെ ഡീലർ പ്രൈസ് എന്ന് പറയുന്നത് 55.66 രൂപയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പെട്രോളിന് എക്സൈസ് തീരുവയാണ് ചുമത്തുന്നത്. എന്നാൽ കേരളത്തിൽ ബഡ്ജറ്റ് അനുസരിച്ചുള്ള സെസ് തുക പെട്രോൾ വിലയിൽ ആഡ് ചെയ്യാറുണ്ട്. ക്ഷേമ പെൻഷനിലുള്ള തുക കണ്ടെത്താനായിട്ട് 2 രൂപ സെസ്സായി പിടിക്കാറുണ്ട്. അതായത് അടിസ്ഥാന വിലയ്ക്ക് സെസ്, എക്സൈസ് ഡ്യൂട്ടി, ഗതാഗത ചെലവ്, സ്റ്റേറ്റ് ടാക്സ്, കമ്മീഷൻ അടക്കമുള്ള ചാർജുകളാണ് ആകെ വിലയായിട്ട് പൊതുവെ ഇവിടെ പ്രതിഫലിക്കുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തെ എല്ലാ മേഖലയിലും സാരമായി ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിലും വില വർദ്ധിക്കുന്നതാണ്. പ്രധാന കാരണമെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുവാൻ ചെലവ് വർദ്ധിക്കുന്നതാണ് ഇവിടെ സാധാരണക്കാരന് പ്രധാനമായിട്ടും തിരിച്ചടിയാകുന്നത്. ഇതിന് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സർക്കാരുകൾ ചുമത്തുന്ന അമിതമായിട്ടുള്ള നികുതി ഭാരം ഒഴിവാക്കേണ്ടത് അതിക്രമിച്ചിരിക്കുകയാണ്. മറ്റു മാർഗങ്ങളിലൂടെ തന്നെ സർക്കാരുകൾ ഖജനാവ് നിറയ്ക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം സാധാരണക്കാരന് ഇരുട്ടടി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.